ഞാൻ കല്യാണം കഴിക്കൂല എന്ന് തീരുമാനിച്ച ഒരാളായിരുന്നു. 21ാമത്തെ വയസ്സിൽ പോലീസിൽ വന്നപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന പ്രശ്നങ്ങളെല്ലാം നരകിച്ച പ്രശ്നങ്ങളാണ്. ഭാര്യയും ഭർത്താവും അടി, അങ്ങട്ടേലുള്ളവനായിട്ട് ഉന്ത്, അമ്മായിയമ്മ തോണ്ടുന്ന്, കാരണോർ വലിക്ക്, ഇങ്ങനെ ഭയങ്കര പ്രശ്നം തന്നെ. ഞാൻ വിചാരിച്ചു കല്യാണം വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കാലോ. അങ്ങനെ 33 വയസ്സുവരെ ഞാൻ കല്യാണം കഴിക്കാണ്ട് നിന്ന്. അതുവരെ ഞാനില്ലേ ചങ്കൂറ്റത്തോടു കൂടിയാണ് ജീവിച്ചത്. പക്ഷെ എന്റെ കൂട്ടുകാർ ചതിച്ച് ഓലെ ഇനി ഏടെ കണ്ടാൽ ഞാൻ കൊല്ലു. ഓലെന്റെ മുമ്പിൽ ഇപ്പൊ വന്നില്ല. ഓലെല്ലാം പറഞ്ഞ് കഴിച്ചോ കഴിച്ചോ. അത് അമ്മ പറയിപ്പിച്ചാന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ഞാൻ എന്റെ കൂട്ടുകാരുടെ ചെല്ല കൂട്ടുകാരെ എന്തിനാ ഈ കല്യാണം കഴിക്കുന്നത്, വെറുതെ എന്തിനതിനെ കൊണ്ടൊരു ഗുണം എന്ന് ചോദിച്ചപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ മറുപടി എന്നറിയോ, വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കണ്ട, എന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ഗുണം എന്താന്ന് വെച്ചപ്പോ പറഞ്ഞ മറുപടി എന്നറിയോ, കുളിക്കുവാൻ പോകുമ്പോ സോപ്പ് എടുത്ത് തരുക. എന്റെ വീട്ടില് കുളിമുറി പുറത്താണ്. അപ്പൊ എപ്പോഴും ഞാൻ ഓടിപ്പോയി കുളിക്കുമ്പോൾ പോകുമ്പോൾ അവിടെ സോപ്പ് ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് സോപ്പ് അമ്മയോട് പറയുമ്പോ അമ്മേന്റെ ഇങ്ങനെയുള്ള ചൊറിച്ചൽ ഞാൻ കേട്ട് മടുത്ത്. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോ റെഡി. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഞാൻ ഇങ്ങനെ കുളിക്കാൻ പോകുന്നു, സോപ്പ് മറക്കുന്നു, ഇപ്പോൾ ഇങ്ങനെ വരുന്ന് സോപ്പ് എടുത്ത് തരും. നല്ല രസമില്ല അത് കാണാൻ. രണ്ടാമത്തെ അവൻ പറഞ്ഞ് വലിയ ഗുണമൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട, തോർത്ത് ചോലിട്ട് തരുക. ഞാനിങ്ങനെ കുളിക്കാൻ പോകുന്നു, എന്റെ ഭാര്യ ഇങ്ങനെ വരുന്ന് തോർത്ത് ചോല്. നല്ല രസമില്ല അത് കേൾക്കാൻ. മൂന്നാമത്തവൻ പറഞ്ഞല്ല ഞാൻ വീണുമായിരുന്നു. മൂന്നാമത്തവൻ പറഞ്ഞ് വലിയ പ്രതീക്ഷയൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ പറയാന്ന് പറയുമ്പോ ഓൻ പറഞ്ഞ മറുപടി എന്നറിയോ, പുറം ചൊറിയുമ്പോ ചൊറിഞ്ഞേരുക. എനിക്കാണ് 32ാമത്തെ വയസ്സിൽ നല്ല ചൊറിച്ചലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് പുറം ചൊറിയുമ്പോ ഒരാള്, ഓന്റെ അനുഭവത്തിലായിരിക്കുമല്ലോ, ഞാൻ അങ്ങനെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അതൊന്നുമല്ല എന്റെ വിഷയം. ഞാൻ കല്യാണം കഴിക്കുന്നത്, എനക്കൊന്നും കല്യാണം എന്തിനാ കഴിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ കല്യാണം ഞാൻ എന്റെ ജീവിതത്തിൽ പ്രണയിച്ചത് കല്യാണം നിശ്ചയിച്ചതിന് ശേഷം കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു 5 മാസം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഈ 5 മാസമാണ് ഞാൻ മനസ്സ് തുറന്ന് എന്റെ ഭാര്യയെ പ്രണയിച്ചത്. നല്ല രസമാട്ടോ. ഞാൻ ഫോൺ കൊടുക്കൂലെന്ന് തീരുമാനിച്ച് ഞാൻ അവളോട് സംസാരിക്കൂലെന്ന്, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. പക്ഷെ എന്റെ പെങ്ങളോക്ക് ഒരു ഫോൺ കൊണ്ടുണ്ടായി. ഈ ഫോൺ ഓക്ക് കിട്ടിയപ്പോ ഓൾ എന്നെ മിസ് കോള് ഞാൻ ഫോൺ എടുത്തില്ല. ഒരു 150 മിസ് കോൾ ആയപ്പോ ഞാൻ വിചാരിച്ചു എന്തൊരു മിസ് കോൾ ആയത്. ഒരുത്തി ഇങ്ങനെ മിസ് കോൾ അടിക്കുമ്പോ നമ്മൾ എടുക്കണ്ടേ. അങ്ങനെ 152ാമത്തെ മിസ് കോളിൽ ഞാൻ അങ്ങ് എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഹായ്. അപ്പാട് ഓള് പോയി. അപ്പാട് ഞാൻ ഹായ് ഹായ്. ഞാൻ നോക്കുമ്പോ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ വിളിക്കുമ്പോ ഹായ് പറയുമ്പോ പോയി, നല്ല രസമില്ലേ. പക്ഷെ അവള് പിന്നെ എന്നോട് പറഞ്ഞു വാട്സപ്പ് തുടങ്ങി. അങ്ങനെ ഞാൻ അവള് പറയുന്ന കേട്ടിട്ട് വാട്സപ്പ്, ഞാൻ 33 വയസ്സ് വരെ ഇതൊന്നും ഞാൻ തൊടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണ് വാട്സപ്പ് തുടങ്ങി പറഞ്ഞപ്പോ എന്നോടങ്ങ് തുടങ്ങിപ്പോയി. ഞാൻ ഉളുപ്പില്ലാണ്ട് തുടങ്ങി. പിന്നീട് എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താ അറിയോ, അവള് രാവിലെ ആവുമ്പോ ഗുഡ് മോർണിംഗ്, അപ്പോൾ ഞാനൊരു ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, അപ്പോൾ അവള് ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഗുഡെല്ലാം ഉണ്ടായിക്കോട്ടെ. ഇങ്ങനെ ഗുഡ് അതിന് ഉച്ചക്കും രാവിലെക്കും നടുവിൽ ഗുഡൊന്നും ഇല്ലല്ലോ. നമ്മൾ എന്ത് അയക്കുമ്പോഴും തിരിച്ചിങ്ങോട്ട് അയക്കും. നല്ല രസമില്ലേ. രാത്രി ഉറങ്ങുമ്പോൾ പോകുമ്പോ ഒരു ഉമ്മയും. അതാണ് എന്റെ. പിന്നെയാണ് വിചാരിച്ചു പണ്ടേ കഴിക്കാനും ഇത് നല്ല രസമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ആയി പറയുമ്പോ പോയി. ഇങ്ങനെ നമുക്ക് ടെൻഷനെല്ലാം അടിക്കുമ്പോ ഒരു മെസ്സേജ് അങ്ങ് അയച്ചാൽ അപ്പൊ തന്നെ അങ്ങപ്പുറത്തുനിന്ന് മറുപടി വരും. രാത്രി ഉറങ്ങുമ്പോ ഒരു ഉമ്മ. ഡ്യൂട്ടിക്കിടയിൽ നമുക്ക് പലപ്പോഴും ഉമ്മ തിരിച്ചു കൊടുക്കാൻ പറ്റൂല. പക്ഷെ പിറ്റേന്ന് രാവിലെ ഫോൺ എടുക്കുമ്പോൾ ഓള അടി കൂടുന്ന ശബ്ദമുണ്ട്. ഇന്നലെ ഉമ്മ എടുത്തു നിങ്ങൾക്ക്. ഞാൻ വലിയ അടച്ചോനെ, ഉമ്മക്കായി ഉമ്മയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭാര്യ. ഞാനിങ്ങനെ പറഞ്ഞു പണ്ടേ കഴിക്കാനും കല്യാണം. ഇങ്ങനെ പിന്നീട് ഫോൺ വിളിക്കുമ്പോ ഓളെന്നോട് സംസാരിച്ച സംസാരത്തില് ഞാനും വീണു. ഓള് പറഞ്ഞു പറക്കണം, നമുക്ക് കറങ്ങണം, ഇങ്ങനെ പടരണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പണ്ടേ കഴിക്കാനും കല്യാണം. അവസാനം കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നാല്, ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരി, ഒരു ഗുഡ് ആഫ്റ്റർനൂണും ഇല്ല, ഒരു ഗുഡ് മോർണിംഗ്, ഉമ്മ വണ്ടേ ഇല്ല. നിങ്ങൾക്ക് എന്റെ വാട്സപ്പിലുള്ള മെസ്സേജ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഒരു ഹായ് വിട്ടാൽ ഒരു ഹോയൂല. വൈകുന്നേരം ആകുമ്പോ ഒരു മെസ്സേജ് ഉണ്ടാവും, ഉള്ളി വാങ്ങണേ, മത്തി ചീഞ്ഞിക്കിണ്ട, നിങ്ങളവിടെ കാറ്റൂല. നിങ്ങനെ വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ ഒരു അളിഞ്ഞ മെസ്സേജിൽ വരും. നിങ്ങളെല്ലാം എങ്ങനെയുണ്ട് സാർ? ഇപ്പൊ സ്വാഭാവികമായിട്ടും കല്യാണത്തിന് മുമ്പുള്ള പ്രണയമല്ല ഇപ്പൊ എനിക്ക്. പക്ഷെ അത് എല്ലാ കുടുംബത്തിലും അവിടെയാണ് നമ്മളെ പാളിച്ച. എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്നും എങ്ങനെ കുട്ടികളെ പോറ്റണമെന്നുള്ള ഒരു ബാലപാഠം നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. എന്തിനാണ് കുടുംബസംഗമം നടത്തുന്നതെന്ന് വെച്ചാൽ ആർക്കും വ്യക്തമായ മറുപടിയില്ല. ഈ കുടുംബസംഗമത്തിന്റെ ഒക്കെ പിന്നാമ്പുറത്ത് കുറെ കഥകളുണ്ട്.
നമുക്കൊക്കെ ഒന്നിച്ച് കാണാൻ, നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ, നമ്മുടെ പുറകിൽ ഇത്രയേറെ ആളുകളുണ്ട് എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ ഒത്തൊരുമിക്കലാണ്. ജീവിതത്തിൽ ഒരു കൊല്ലത്തിൽ ഒരു ദിവസം ഈ മാറ്റിവെച്ചാൽ ഉണ്ടാവുന്ന ഗുണമുണ്ടല്ലോ. എവിടെ കാണുമ്പോഴും കുടുംബത്തെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചങ്കൂറ്റുണ്ടല്ലോ. ഒരു ഓഫീസിൽ പോകുമ്പോൾ അവിടെ നമ്മളെ കുടുംബത്തിൽ ഒരുത്തരെ കാണുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ ടെൻഷൻ ഉണ്ടാവുക? ബസ് കയറുമ്പോൾ നമ്മളെ കുടുംബത്തിൽ ഒരുത്തരെ കണ്ടാൽ ടിക്കറ്റ് ഒന്നും എടുക്കുമെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം? അങ്ങനെ എല്ലായിടത്തും ഒരു സാന്ത്വനമാവാൻ നമ്മളെ കുടുംബത്തിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ. അത് അനുഭവിക്കണമെങ്കിൽ നമ്മളിങ്ങനെ കൂടിയേ മതിയാവുള്ളൂ. ഇവിടെ വരാത്തവർക്ക് എപ്പോഴും ദുഃഖമുണ്ടാവണം. അത്രയേറെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറ്റണം നമുക്ക്. അതുകൊണ്ട് എന്റെ വീട്ടില് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളുണ്ട്. നോക്കുമ്പോ ഇപ്പൊ എന്റെ വീട്ടില് ഞാനും ഓളും കാണുമ്പോൾ യുദ്ധമാണ്. പക്ഷെ എനിക്ക് എന്റെ ഭാര്യനെ കണ്ണെടുത്താൽ കണ്ടുവിടാണ്ടുള്ളൂ. കാരണം രാവിലെ എണീക്ക് ഓള് തുടങ്ങും ഊരവേന, കഴുത്ത് വേന, ചെക്കന്റെ ഫീസ്, മറ്റോന്റെ മൂക്കൊലിപ്പ്. ഇത് രാവിലെ തന്നെ കേൾക്കുമ്പോ എനിക്ക് ചൊറിച്ചലാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സാർ? നിങ്ങളെ വീട്ടിൽ മൂക്കൊലിപ്പൊന്നുമില്ല, ഊരവേനയൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്റെ ഭാര്യനെ ഓളെ ഊരവേന എനിക്ക് പ്രശ്നമുള്ളൂ. എന്റെ ആ വീട്ടിന്റെ അപ്പുറത്തോ എന്റെ ഊരവേന എല്ലാം കാണുമ്പോൾ ഭാര്യന്റെ ഊരവേന വരുമ്പോൾ ഞാൻ ഇടപെടും. ഞാൻ ഒരു ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഞാൻ ആണെങ്കിൽ വളരെ നല്ല ഡോക്ടറുണ്ട്, എന്റെ ബൈക്കിന്റെ വേക്ക് കയറിക്കോ, ഞാൻ ഇന്ന ഡോക്ടറെ കാണിച്ചു. എന്റെ ഭാര്യനെ അപ്പുറത്തെ വീട്ടിലോ എന്റെ ഭാര്യനെല്ലാം ഡോക്ടറെ കാണിക്കാൻ എനിക്ക് മുട്ടുന്നുണ്ട്. എനിക്ക് എന്റെ ഭാര്യനെ മാത്രമാണ് മുട്ടാത്തത്. നിങ്ങൾക്കോ? ഇപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ കുടുംബത്തിലും കല്യാണം കഴിഞ്ഞാൽ 2 കുട്ടികൾ ഉണ്ടായാൽ ഉണ്ടാവുന്ന സ്ഥിതി ഇത് തന്നെയാണ്. ഇതിന്റെ എങ്ങനെയാ കൂടുമ്പോൾ ഇമ്പമുള്ളതെന്ന് പറയാൻ പറ്റുക? അതുകൊണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല, കല്യാണം കഴിഞ്ഞാൽ കുടുംബമാവുമ്പോൾ പ്രാരാബ്ദങ്ങളുണ്ട് എന്ന്, പ്രശ്നങ്ങളുണ്ട് എന്ന്, നിങ്ങൾ എപ്പോഴും പറക്കാൻ കഴിയുന്ന ഒരു ജീവിതമല്ല എന്ന് ഈ മക്കളെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം. അവിടെയാണ് വിഷയം. നമ്മളെല്ലാം ജീവിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത് ഈ യുവതലമുറ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 1-2 ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളെ കുടുംബം എങ്ങനെയാന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളെ മക്കളൊക്കെ എങ്ങനെയുണ്ട്? ഈ കുട്ടികളൊക്കെ പറഞ്ഞാൽ അനുസരിക്കുമോ? രാവിലെ എഴുന്നേൽക്ക് എന്ന് പറയാം, 6 മണിക്ക് എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ എഴുന്നേൽക്കുന്നുണ്ടാ? രാത്രി 10 മണിക്ക് ഉറങ്ങുന്ന പറയുമ്പോൾ പടാന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാ? നിങ്ങൾ കൊടുക്കുന്ന മമ്പയരും മുതിരി ഈറ്റകൾ തിന്നുന്നുണ്ടാ? മുടി വിചാരിച്ചെടുത്ത് കിട്ടുന്നുണ്ടാ? ട്രൗസർ ഉടുക്കേണ്ടടുത്ത് തന്നെയാണ് ഉടുക്കുന്നത്. ഐശ്വരി. എന്നിട്ട് നിങ്ങളെ പേര് ഉമ്മ, ഈറ്റകള് കുട്ടികള് കമാന്നൊരു അക്ഷരം അനുസരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ കുട്ടിയും ഉമ്മയും ആവുക? ഈ കുട്ടിയും ഉമ്മയും ഉത്തരവാദിത്വം ബോധമില്ലെങ്കിൽ എങ്ങനെയാ കുടുംബമാവുക? ഈ കുട്ടികൾ എന്താ ഇങ്ങനെ ആയിപ്പോയെന്നറിയോ? നിങ്ങള് ഒരു കാര്യങ്ങൾ ഓർമ്മിച്ചോ, ഈ കുട്ടികളെ കുഴപ്പമല്ല. ഈ കുട്ടികളെ പ്രശ്നം എന്നറിയോ? ഇതൊക്കെ നല്ല തങ്കപ്പെട്ട കുട്ടികൾ കണ്ടില്ല എങ്ങനെ ഇരിക്കുന്നത്? ഈ കുട്ടികൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ. പക്ഷെ രക്ഷാകർത്താക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയോ? 2K കിഡ്സ്. ഈ കുട്ടികളുടെ പേര് 2K കിഡ്സ്. അതായത് 2000-ന് ശേഷം ജനിച്ച കുട്ടീന്റെ പേര് 2K കിഡ്സ് എന്നാ. ഈ 2K കിഡ്സിന്റെ പ്രശ്നം എന്നറിയോ? 14 മിനിറ്റാണ് ഈറ്റേക്ക് ഒരുത്തേലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റൂ. അപ്പോഴേക്ക് ഈറ്റേക്ക് ചൊറിയൂ. നിങ്ങൾ എന്ത് കൊടുത്താലും ഒരു അപ്പോഴും ഐറ്റകൾ ആടെ ഇട്ടിട്ട് വേറൊന്ന് ഇങ്ങനെ വാന്തി ഇങ്ങനെ കളിച്ചോണ്ടേയിരിക്കും. നമ്മളൊക്കെ 90-70 കിഡ്സ് ആണ്. നമുക്ക് 90-70 കിഡ്സ്. 90-70 കിഡ്സിന്റെ പ്രത്യേകത ഒരു 40 മിനിറ്റ് ഒരുത്തേലിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലെ പീരീഡ് 40 മിനിറ്റ് ആക്കിയത്. കാരണം 40 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കണക്കും കയറൂല, ഒന്നും അങ്ങ് കയറൂല. ആ മാഷ കൊല്ലുമെന്ന് തോന്നും. ഇപ്പോഴത്തെ കുട്ടികൾ 14 മിനിറ്റ് മാത്രമേ ആ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ച് കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നവെന്ന് ആളിന്റെ പേര് പാരന്റ് എന്നാ. അപ്പൊ നിങ്ങൾക്കും എനക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ട് ഈ കുട്ടികളെ നിങ്ങൾ ആദ്യം അങ്ങ് മനസ്സിലാക്കണം.